തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരൊക്കെ ഇപ്പൊ MR അഭിലാഷിന്റെ ഒരു ആരാധകരാണ്. അതൊരു വലിയ അനുഭവമായിരുന്നു. ഇവിടെ വന്നപ്പോ ഡോക്ടർ ഗിരിദാസ് ആണ് അദ്ദേഹം എന്നെ അവിടെ വിളിച്ചുകൊണ്ടുപോയി. രാമേന്ദ്രനെ കാണാതെ പോകരുത് എന്ന് പറഞ്ഞ് ഒരു വലിയ ഹൃദയ അനുഭവം തന്നെ ആയിരുന്നു. എന്തുകൊണ്ടൊരു വലിയ ജനത ഒരാനയ്ക്ക് വേണ്ടി ഇത്ര ഭ്രാന്തമായി ആവേശം കൊണ്ട് മുറവിളി കൂട്ടുന്നു എന്ന ഒരു ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവായി. ആനകളെ നിരവധി കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയധികം, മലയാളത്തിൽ മറ്റൊരു പദമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇത്രയധികം എനിഗ്മാറ്റിക് ആയിട്ടുള്ള പലതരത്തിലുള്ള രഹസ്യങ്ങൾ മുഖത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭാവപ്രകടനങ്ങളുള്ള ഒരാനയാണ് അവിടെ ദർശിക്കാൻ കഴിഞ്ഞത്. തലയെടുപ്പുള്ള ആ തുമ്പിക്കൈയിലൊക്കെ കരസ്പർശം നടത്തിയപ്പോൾ തൊടാൻ കഴിഞ്ഞു, തടവാൻ കഴിഞ്ഞു. അപ്പോഴൊക്കെ ഒരു ടെറസ്ട്രിയലായിട്ടുള്ള ഭൗമികമായിട്ടുള്ള ഒരു അനുഭവം ആയിരുന്നില്ല എന്ന് മാത്രമല്ല, കണ്ണുകളിൽ ഒളിപ്പിച്ചു വെച്ച ഭാവം എന്താണെന്ന് എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് ശൗര്യമാണോ, പ്രൗഢിയാണോ, ക്രോധമാണോ, കമ്പാഷനാണോ, സ്നേഹമാണോ, ഇത്രയധികം മുഖഭാവങ്ങൾ മിന്നിമറയുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നമുക്കൊരു ഉത്തരം കിട്ടാത്ത തരത്തിലുള്ള ഭാവപ്രകടനവുമായി സ്നേഹം കാണിച്ചുകൊണ്ട് ഇത്ര ഉയരമുള്ള, ഇത്ര തലയെടുപ്പുള്ള ഒരു കേരളത്തിന്റെ അഭിമാനം തന്നെയാണ്. അപ്പൊ എക്കാലവും മരണമെന്നത് മനുഷ്യന് അനിവാര്യമാണ്, മൃഗങ്ങൾക്കും അനിവാര്യമാണ്. ഒരാനയ്ക്ക് അത് അനിവാര്യമല്ല എന്നുണ്ടെങ്കിൽ എക്കാലവും പ്രൗഢിയോടുകൂടി അദ്ദേഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം. വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഇപ്പൊ കാണും. നമ്മൾ സാധാരണ അക്ഷയ സുപ്രീം കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങളെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യാറ്. പക്ഷെ ഒരു ആനയെ കുറിച്ച് സ്വാഭാവികമായിട്ടും വക്കീലാണ്, വാക്ചാതുരി സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് ജോലിയുടെ ഭാഗമാണ്. പക്ഷെ പറഞ്ഞു നോക്കുന്ന ആനയെ പറ്റിയാണ്. ഞാനിങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പറ്റി ഇങ്ങനെ വായിച്ചിരുന്നു. അപ്പൊ കണ്ട കുറെ പദങ്ങൾ, അല്ലെങ്കിൽ അതിലൂടെ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ഫാൻസ് എഴുതിയത്, അതുപോലെ ഒരു വക്കീൽ ഇപ്പൊ പറയുമ്പോൾ ശരിക്കും ആനപ്രേമിയാണോ? ആനപ്രേമിയല്ല, ആനയോടൊരു ആദരവ് തോന്നിയിട്ടുണ്ട്. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയെ മനുഷ്യൻ മെരുക്കി സ്നേഹത്തോടുകൂടി കൂടെ കൊണ്ട് നടക്കുമ്പോൾ മനുഷ്യനോടും ജീവിയോടും ആദരവ് തോന്നിയിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ഒരു ചക്രവർത്തിയെ കാണാൻ കഴിയുക എന്നുള്ളത് അസാധ്യമായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം അത് അനുഭവവേദ്യമായി. അപ്പോ അതൊരു തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഒരു ആനയല്ല, ആന രാജാവല്ല, അതൊരു ചക്രവർത്തി തന്നെയാണ് എന്ന് ബോധ്യം വരുന്ന ഒരു അനുഭവം തന്നെ ആയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൗഢിയും ഗാംഭീര്യവും മാത്രമല്ല, സ്നേഹവും കമ്പാഷനും ഒക്കെ തന്നെ പ്രകടിപ്പിക്കാൻ അതിനൊരു മടിയുമില്ല. കാര്യം പറയട്ടെ, പത്തനംതിട്ടക്കാരനാണ് പറയുന്നത്. നമ്മളിപ്പോ അടുത്തിറങ്ങിയ സിനിമയിൽ മോഹൻലാലിനെ നമ്മളൊരു ആനക്കൊമ്പനെ പോലെയാണ്. മോഹൻലാലിന്റെ നാട്ടുകാരനാണ് ഒരു ആനയെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ